കോൺട്രാക്ട് മാരേജ് ഭാഗം 54 റൈറ്റൻ ബൈ റോസ്. നാളെ സൺഡേ ആയതുകൊണ്ട് സ്റ്റോറി ഇല്ല, മൺഡേ ഇട്ടേക്കാം. കുറച്ചു നേരമായി ഒന്നും മിണ്ടാതെ നിമിഷങ്ങൾ തള്ളി നീക്കുവാണ് രണ്ടാളും. അവൻ എന്തൊക്കെയോ അവളോട് ചോദിക്കണമെന്നും പറയണമെന്നുമുണ്ട്. അവൾക്കും തിരിച്ചങ്ങനെ തന്നെ. പക്ഷെ ശബ്ദമായി വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. ചില നേരം അങ്ങനെയാണല്ലോ, നമുക്ക് സംസാരിക്കാൻ ഒരുപാടുണ്ടാവും, പക്ഷെ വാക്കുകൾ വരില്ല. ഉള്ളിൽ തന്നെ അങ്ങനെയിരിക്കും. ശിവനെ സംബന്ധിച്ച് അവളെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായിരുന്നു. അവളുടെ കയ്യിൽ നിന്ന് കൈവിടാതെ അവളെ ഒതുക്കി പിടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവളുടെ നോട്ടം മുഴുവൻ ശൂന്യമായ ചുമരിലേക്കായിരുന്നു. അവളുടെ മനസ്സിലെ പലവിധ ചിന്തകൾ കടന്നുപോയി. തൻ്റെ ശരീരത്തിലേക്ക് കത്തി കുത്തിയിറക്കുന്നവൻ്റെ മുഖം ഒരു പേടി സ്വപ്നമായി കടന്നു വന്നതും ഭദ്ര ഞെട്ടലോടെ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. വേദനിക്കുന്നുണ്ടോ? തൻ്റെ കയ്യിൽ അവളുടെ കൈ മുറുകി വരുന്നറിഞ്ഞവൻ ആദിയോടെ ചോദിച്ചതും അവളില്ലെന്ന് തലയാട്ടി. പിന്നെ എന്താ പെട്ടെന്ന്? എനിക്ക് പേടിയായ അയാളെ. അവൾ പെട്ടെന്ന് കണ്ണുകൾ ഇറുകിയടിച്ചു. അവന് വല്ലാത്ത ദേഷ്യം തോന്നി. അവളോടിങ്ങനെ ചെയ്തവനെ കൊല്ലാനുള്ള ദേഷ്യം. ഭദ്ര, അവൻ പതിയെ വിളിച്ചതും അവൾ കണ്ണു തുറന്നു. പേടിക്കണ്ടെന്ന് പറഞ്ഞതല്ലേ, ഞാനില്ലേ നിൻ്റെ കൂടെ? എന്നിട്ടും എനിക്ക് നോ. അവൻ പെട്ടെന്ന് അവളെ പറയാൻ അനുവദിക്കാതെ തടഞ്ഞു. അവൾ പറഞ്ഞു വരുന്നത് കേൾക്കാൻ അവന് കഴിയില്ലായിരുന്നു. തൻ്റെ ശബ്ദക്കുറവുകൊണ്ടല്ലേ എന്നത് അവനിൽ വലിയൊരു കുറ്റബോധമായി മാറിയിരുന്നു. അതിൻ്റെ കൂടെ അവളുടെ നാവിൽ നിന്നുകൂടി ഇങ്ങനെ കേൾക്കുമ്പോൾ താൻ തകർന്നു പോകും പോലെ തോന്നിയവന്. അവളുടെ ഈ അവസ്ഥ അവൻ അത്രയ്ക്ക് നോവിക്കുന്നുണ്ട്. ജീവനോളം കരുതുന്ന പെണ്ണാണ്, അല്ല ജീവൻ തന്നെ അവളാണ്. അവൾക്കൊരു പോറൽ പോലും വരാതെ നോക്കണമെന്ന് കരുതിയിട്ട് അവളുടെ വയറിലേക്ക് നോക്കാൻ തന്നെ അവന് പേടിയായിരുന്നു ശരിക്കും. അങ്ങനെ കാണുന്തോറും തൻ്റെ സമനില തെറ്റും പോലെ. ഞാൻ വെറുതെ പറഞ്ഞതാ, എനിക്കറിയാം. വേദനയ്ക്കിടയിലും അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്നോട് അങ്ങനെയൊന്നും പറയില്ലേ പെണ്ണെ. അവന് സംസാരിക്കാൻ പറ്റാതെ വന്നു. വിഷമം കൊണ്ട് തൊണ്ട വരെ അടഞ്ഞുപോയി. അവളോട് എന്തു പറയും? അവളുടെ ഈ വേദനയ്ക്കും അവസ്ഥയ്ക്കും ഒരു പരിധിവരെ താനും കാരണക്കാരനല്ലേ? ശിവേട്ടാ, അവൾ പതിയാണെങ്കിലും അവൻ്റെ പേര് വിളിച്ചു. പറഞ്ഞു, ഞാൻ കേൾക്കുന്നുണ്ട്. എനിക്കുടനെ നടക്കാൻ പറ്റില്ലായിരിക്കും. ഇതൊക്കെ ഉണങ്ങി വരാൻ ഒരുപാട് സമയമെടുക്കുമായിരിക്കും അല്ലേ? അവനൊന്ന് മോളുക മാത്രം ചെയ്തു. നടക്കാൻ പാടായതുകൊണ്ട് ശിവേട്ടൻ എടുക്കേണ്ടി വരും എന്നെ. അവളുടെ മുഖത്തൊരു ചിരിയുണ്ട്. അത് പറയുമ്പോൾ അവനറിയാം അവനെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന്. അതൊക്കെ ഞാൻ ചെയ്തോളാം. എന്താണെന്ന് വെച്ചാൽ അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട. എനിക്കൊരു വിഷമവുമില്ല. എനിക്കറിയാം നിങ്ങൾ എന്നെ നോക്കുമെന്ന്. അവൾ പറയുന്നത് കേട്ട് അവനിൽ അത്ഭുതം നിറഞ്ഞു. ഈ സമയം എന്തെങ്കിലും പറഞ്ഞ് കരഞ്ഞു കൂവി ഇരിക്കേണ്ടതാണ്. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കില്ല എന്നൊക്കെയുള്ള ഡയലോഗ് കേൾക്കേണ്ട സ്ഥാനത്താണ് അവൾ വളരെ ഉറപ്പോടെ ഓരോന്ന് പറയുന്നത്. എന്തേ ഇങ്ങനെ നോക്കുന്നത്? ഇവിടെ എന്നെ നോക്കുന്ന നേഴ്സ് പറഞ്ഞു. അവിടെ പുറത്തൊരാൾ എനിക്ക് ബോധം വരുന്നത് വരെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ എൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നെന്ന്. എൻ്റെ കാര്യങ്ങൾ പറയാൻ വന്ന ഡോക്ടറിനോട് ദേഷ്യപ്പെട്ടെന്നുമൊക്കെ ആ കുട്ടി പറഞ്ഞു. അവനൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു മറുപടിയായി. എന്തേ, ഒരുപാട് പേടിച്ചു പോയോ? എൻ്റെ പ്രാണൻ തന്നെ പോയതുപോലെ തോന്നി. നീ ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇത്രയും നാളും എനിക്കെൻ്റെ ജീവിതത്തിൽ ആരും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊരു പ്രശ്നമായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്കെങ്ങനെ പറഞ്ഞു തരണമെന്നറിയില്ല ഭദ്രേ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ നിനക്ക്? എന്താണെന്ന പോലെ അവൾ അവനെ സംശയത്തോടെ നോക്കി. നമ്മൾ തമ്മിലുള്ള മാരേജ് കോൺട്രാക്റ്റ് അവസാനിക്കുന്ന ദിവസം. ഭദ്ര കണ്ണുകൾ വിടർത്തി അവനെ നോക്കി. ഇന്നാണോ അത്? ഞാനെന്തേ ഓർത്തില്ലത്? അവൾ മനസ്സിലൂടെ ഒന്ന് കണക്ക് കൂട്ടി നോക്കി. അതെ, കുറച്ച് ദിവസം മുന്നേ താൻ ഓർത്തു വെച്ചതാണ് ഈ ദിവസം. ഇന്നാ അവനോട് ആദ്യം താനത് പറയുമെന്നൊക്കെ, പക്ഷെ മറന്നുപോയി. ശിവേട്ടൻ ഓർത്തിരുന്നോ? നിന്നോട് വൈകിട്ട് വന്നിട്ട് അതേപ്പറ്റി പറയാമെന്ന് കരുതി രാവിലെ ഒന്നും മിണ്ടാതെ പോയത്. നീ മറന്നുപോയി കാണുമെന്ന് എനിക്കറിയാമായിരുന്നു. ഓർത്തിരുന്ന് കുറച്ച് ദിവസം മുന്നേ, പിന്നെ മറന്നുപോയി. ശരിക്കും ഇന്ന് ആ കോൺട്രാക്റ്റ് അവസാനിച്ചേനെ അല്ലേ? വിഷാദശിരിയോടെ അവൾ മറ്റെങ്ങോ നോക്കി പറഞ്ഞതും ശിവൻ പെട്ടെന്ന് അവളുടെ ചുണ്ടിന്മേൽ വിരൽ വെച്ചു. അങ്ങനെയൊന്നും പറയില്ലേ. ഇത്രയും നേരം ഞാൻ അനുഭവിച്ച വേദന എനിക്ക് നീയില്ലാതെ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഭദ്രേ? നീ ആദ്യം കണ്ട ശിവരഞ്ജനാണോ ഞാനിപ്പം? നിൻ്റെ മാത്രം ശിവനായില്ലേ? അല്ലെങ്കിൽ നീ അങ്ങനെ ആക്കിയെടുത്തില്ലേ? എന്നിട്ട് എന്നെ തനിച്ചാക്കി പോകാൻ നിനക്ക് പറ്റുമോ ഭദ്രേ? പറ. എനിക്ക് നല്ല വിശപ്പ് തോന്നുന്നു. എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ? അവൾ പെട്ടെന്ന് വിഷയം മാറ്റാൻ എന്നോണം പറഞ്ഞതും ശിവൻ മുഖമൊന്ന് അമർത്തി തുടച്ച് ചുറ്റിനുമൊന്ന് നോക്കി. താൻ സംസാരിക്കാൻ കയറിയപ്പോൾ ഇതിനകത്തുണ്ടായിരുന്ന നേഴ്സ് പുറത്തേക്ക് പോയതാണ്.
ഇന്നത്തേക്ക് അവൾക്ക് പറയാതെ ഒന്നും കൊടുക്കാൻ പറ്റില്ലെന്ന് അവനറിയാം. പക്ഷേ അവളിങ്ങനെ ചോദിക്കുമ്പോൾ സത്യത്തിൽ സങ്കടമാണ് വരുന്നത്. ശിവൻ അതിശയം തോന്നി. താൻ എങ്ങനെ ഇത്രയ്ക്ക് പാവമായി എന്ന്. അവൾക്ക് വേണ്ടി അവളുടെ അടുത്ത് മാത്രമാണ് താനിങ്ങനെ. അവളുടെ കണ്ണുകൾ നിറയുമ്പോൾ അത് കണ്ട് നിൽക്കാനോ അവളെ കരയിപ്പിക്കാനോ തനിക്ക് കഴിയില്ല. അപ്പോൾ താൻ വെറും സാധു മനുഷ്യനാകും. ശിവേട്ട. അവൻ ഒന്നും മിണ്ടാതെ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുവാണ്. എടാ, ഇപ്പോൾ കഴിക്കാൻ അത് ഡോക്ടർ പറയാതെ എങ്ങനെയാ? അപ്പോൾ പറ്റില്ലല്ലേ? സാരമില്ല. അവളുടെ മുഖം വാടിയിരുന്നു. നീ വിഷമിക്കാതെ, ഞാൻ സംസാരിക്കാം. കുറച്ചു നേരം കൂടി ക്ഷമിക്കുന്നേ. അത് കഴിയുമ്പോൾ ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാങ്ങിക്കഴിക്കാമല്ലോ. എത്ര ദിവസം ഇവിടെ കിടക്കേണ്ടി വരുമെന്ന് എന്തെങ്കിലും പറഞ്ഞോ ഡോക്ടർ? കുറച്ച് ദിവസം വേണ്ടി വരുമായിരിക്കും പോകാൻ. ചോദ്യവും ഉത്തരവും ഒരുപോലെ പറഞ്ഞവൾ. വേണ്ടിവരും. അതിനെന്താ, റൂമിലേക്ക് മാറ്റിയാൽ പിന്നെ കുറച്ചുകൂടി മാറ്റം വരും നിനക്ക്. ഇതിനകത്തിങ്ങനെ ശ്വാസം മുട്ടിക്കിടക്കുന്നതിന് നല്ലത് അവൻ പറഞ്ഞതുപോലെ റൂമിലേക്ക് മാറ്റുന്നതാണെന്ന് അവൾക്ക് തോന്നി. ഈ അവസ്ഥയിൽ ഒന്നും സ്വിച്ചിട്ടതുപോലെ അത്ര എളുപ്പത്തിൽ നടക്കില്ല. സമയമെടുക്കും. കാത്തിരിക്കണം. ഒന്ന് തിരിയാൻ പോയിട്ട് അനങ്ങാൻ പോലും പറ്റുന്നില്ല. അനസ്തേഷ്യ വെച്ചതുകൊണ്ടാവും ഇത്രയും നേരം അത്രയ്ക്ക് വേദനയൊന്നും തോന്നാതിരുന്നത്. ഇനിയിപ്പോൾ പതുക്കെ വേദനിച്ചു തുടങ്ങും. വേദനിക്കുമ്പോൾ വേദന കുറയ്ക്കാനുള്ള മരുന്ന് അവരെടുത്തോളൂ. നീ പേടിക്കണ്ട. അതൊക്കെ എടുത്തു കഴിയുമ്പോൾ മുറിവുണങ്ങും. ആദ്യത്തെ 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ നീ പകുതി ഓക്കെ ആവും. അത്രയും ദിവസം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി. അവളുടെ മനസ്സിലെ പേടിയും ഭയവും മനസ്സിലാക്കി അവൻ ഉത്തരം പോലെ പറഞ്ഞു. കൈ എന്തെങ്കിലും മുറിച്ചു വിടാനുള്ളതിന് വയറിൽ തന്നെ പണി തന്നു. എൻ്റെ ഗർഭപാത്രമൊക്കെ അവിടെ തന്നെ ഇല്ലേ ശിവേട്ട? നമുക്ക് 3-4 പിള്ളേരൊക്കെ വേണ്ടതാ. വെറുമൊരു തമാശ പോലെ അവളത് പറയുമ്പോൾ ഉള്ളിൽ അവൾ പേടിക്കുന്നതും കരയുന്നതുമൊക്കെ ശിവൻ അറിയാൻ കഴിയുന്നുണ്ട്. അവൾ പറഞ്ഞതൊക്കെ അവൻ്റെ ഹൃദയത്തെയും പൊള്ളിക്കുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു പെണ്ണെ, അതൊന്നും ഒരു കുഴപ്പവുമില്ലാതെ ഇപ്പോൾ തന്നെയുണ്ട് പെണ്ണെ. ഇനിയും നീയും ഞാനും കൂടി ഒരു കുഞ്ഞിനെ അവിടെ ജനിപ്പിച്ചാൽ മതി. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ വല്ലാതെ തിളങ്ങുന്നത് പോലെ അവൾ കണ്ടു. അതിനു മുന്നേ നമ്മൾ ആദ്യം നീ പറഞ്ഞതുപോലെ ഒരു കല്യാണം കഴിക്കണം. അതിനുള്ള കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഞാൻ. ഇങ്ങനെ ഒരു കാര്യം ആദ്യമായിട്ടല്ലേ? അറിയാവുന്ന ആരോടെങ്കിലും ചോദിക്കണ്ടേ എങ്ങനെയാ, ഏത് രീതിയിലാ എന്നൊക്കെ. ശിവേട്ടനും ഒരാളുടെ സഹായം വേണമെന്നോ? അവൾ ചെറിയൊരു ചിരിയോടെയാണ് ചോദിച്ചത്. എടി പെണ്ണെ, ഞാൻ ഇതിനു മുന്നേ 4-5 കല്യാണം കഴിച്ചിട്ടിരിക്കുമല്ലേ. ഇതെല്ലാം അറിഞ്ഞു വെക്കാൻ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഒരാളോട് ചോദിച്ച് മനസ്സിലാക്കണം. ബിസിനസ് പോലെയല്ല കല്യാണം. അതൊക്കെ എങ്ങനെ ചെയ്യണം എന്നൊക്കെ നന്നായി മനസ്സിലാക്കി വേണം അതിലേക്ക് നമ്മൾ ഇറങ്ങാൻ. എന്നിട്ട് ചോദിച്ചോ ആരോടേലും? നിനക്ക് എവിടെ വെച്ച് കല്യാണം കഴിക്കാൻ ആഗ്രഹം? അതെ, സമയം കഴിഞ്ഞ് ഇനി ഇവിടെ ഇരുന്നാൽ ഡോക്ടർ എന്നെ വഴക്ക് പറയും. ചേട്ടൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയ്ക്കേ. ഭദ്രയുടെ കൂടെ നിൽക്കുന്ന നേഴ്സാണ്. അധികം പ്രായമൊന്നുമില്ല. ശിവൻ അവളോട് പറഞ്ഞിട്ടാണ് കുറച്ച് കൂടുതൽ നേരം അവിടെ അടുത്തിരുന്നത്. ഇപ്പോൾ തന്നെ കുറേ നേരമായതുകൊണ്ടാണ് അവൾ അകത്തേക്ക് കയറി വന്നിട്ട് പുറത്തേക്കിറങ്ങാൻ ശിവനോട് പറയുന്നത്. ഇപ്പോഴേ ഞാൻ പോകണോ എന്നർത്ഥത്തിൽ അവൻ ഭദ്രയെയും ആ പെണ്ണിനെയും മാറി മാറി നോക്കി. എൻ്റെ പൊന്നു ചേട്ടാ, ആ ഡോക്ടർ കണ്ടുകൊണ്ട് വന്നാൽ എൻ്റെ പണി പോകും. അങ്ങേര് കാണുന്നത് പോലെയല്ല. വാ തുറന്നാൽ പിന്നെ ഒടുക്കത്തെ ചീത്തവിളിയാണ്. പിന്നെ എന്തേലും പണി തരും. അവൾ പറയുന്നത് കേട്ട് രണ്ടാളും ചെറുതായി ചിരിച്ചു. ശിവേട്ടൻ പോയിക്കോ, എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല. ഭദ്ര അവൻ്റെ കൈ പിടിച്ച് പറഞ്ഞതും ശിവൻ കൂടുതൽ ബലം പിടിക്കാൻ നിന്നില്ല. അവളെ ഒന്ന് കണ്ട് സംസാരിക്കാൻ ദൈവം തനിക്ക് അവസരം തന്നതിൽ അവൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നു. അവളെ ഇനി തിരികെ കിട്ടുമോ ഇല്ലയോ എന്നറിയാതെ നിന്നിടത്തുനിന്ന് കിട്ടിയതാണ്. ശിവൻ അവളുടെ നെറുകയിൽ ചുണ്ടമർത്തി പതിയെ എഴുന്നേറ്റു. അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ചേട്ടന് ചേച്ചിയെ ജീവനാണല്ലേ? നല്ല സ്നേഹമുള്ള ആളാണല്ലോ ചേട്ടൻ. നിങ്ങൾ രണ്ടുപേരും ലവ് മാരേജ് ആയിരുന്നല്ലേ? അല്ല. അവളുടെ മുഖത്തൊരു ചിരിയുണ്ട്. പിന്നെ അറേഞ്ച് മാരേജ്. ഇത് രണ്ടുമല്ലെങ്കിൽ പിന്നെ ചേട്ടനും ചേച്ചിയും തമ്മിൽ സ്നേഹിച്ചിട്ട് അവസാനം വീട്ടിൽ പറഞ്ഞ് അവരുടെ സമ്മതത്തോടെ കിട്ടിയതല്ലേ? അതല്ലേ? അങ്ങനെയല്ലേ? അവൾ എന്തോ വലിയ കാര്യം കണ്ടുപിടിച്ചതുപോലെ പറഞ്ഞതും ഭദ്ര അത് കേട്ട് ചിരിച്ചുപോയി. ഞങ്ങൾ തമ്മിൽ ഈ പറഞ്ഞതൊന്നുമല്ല. ഞാനും ഇപ്പോൾ ഇറങ്ങിപ്പോയ ആ മനുഷ്യനും തമ്മിൽ ഒരു കോൺട്രാക്ട് മാരേജാണ്. ഭദ്ര ചിരിയോടെ പറഞ്ഞു നിർത്തുമ്പോൾ ജീവിതത്തിൽ ആദ്യമായി എന്തോ ഒരു വിചിത്ര കാര്യം കേട്ടതുപോലെ അവൾ ഭദ്രയെ തുറച്ചു നോക്കി. ഞെട്ടൽ മാറാതെ തന്നെ നോക്കി ഇപ്പോഴും ഇരിക്കുന്നവളെ കാണുമ്പോൾ ഭദ്രയ്ക്കൊരു നിമിഷം ഈ ദിവസം താനും ഇതുപോലെ അവൻ്റെ നാവിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ ഉള്ള തൻ്റെ അവസ്ഥയാണ് ഓർമ്മ വന്നത്.
അന്ന് ഇതിനേക്കാൾ ഞെട്ടിയിരുന്നു. അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോയെന്ന് അതിശയത്തോടെ എത്ര നേരം ഇരുന്നു. അവസാനം അതെത്തി നിൽക്കുന്നതോ ഏറ്റവും മനോഹരമായൊരു പ്രണയകാലത്തിലേക്ക്. അവൾക്ക് തന്നെ അതിശയം തോന്നിപ്പോയി. തൻ്റെ ജീവിതമോർത്ത്, താൻ വന്ന വഴികളോർത്ത്.